ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് നമ്മുടെ ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്നുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് വാലൻസി ഓഫ് കാർബൺ, കാർബണിൻ്റെ സംയോജകത, എബിലിറ്റി ടു ഫോം ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ, കാർബണിൻ്റെ ശാഖകളുള്ള സംയുക്തങ്ങളുടെ രൂപീകരണം, അല്ലെങ്കിൽ കാർബണിന് ശാഖകളുള്ള ഹൈഡ്രോ കാർബൺസിനെയൊക്കെ രൂപീകരിക്കാൻ, കോമ്പൗണ്ട്സിനെ സംയുക്തങ്ങളെയൊക്കെ രൂപീകരിക്കാനുള്ള ഒരു കഴിവ്. ദെൻ IUPAC നോമെൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ, ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. സ്ട്രക്ചറൽ ഫോർമുല ഫ്രം IUPAC നെയിം, അതായത് നാമകരണം, അതായത് IUPAC നെയിമിൽ നിന്നും ഘടനാവാക്യം, സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ എഴുതാമെന്നുള്ളത്. നോമെൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്, ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും നാമകരണം. അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നും. IUPAC നോമെൻക്ലേച്ചർ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന സംയുക്തങ്ങളുടെ നാമകരണം. പിന്നെ വരുന്നത് സ്ട്രക്ചർ ഓഫ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ലൈക്ക് ഫീനോൾ, ബെൻസോയിക് ആസിഡ് എക്സെട്ര, അതായത് ആരോമാറ്റിക് സംയുക്തങ്ങളായ ഫീനോള്, ബെൻസോയിക് ആസിഡ് തുടങ്ങിയവയുടെ ഘടന. ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഐസോമറിസം ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം, ഐസോമറിസവും വിവിധ തരത്തിലുള്ള ഐസോമറിസവുമാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെ, വാലൻസി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ഫോം കോമ്പൗണ്ട്സ്, അതായത് കാർബണിൻ്റെ വാലൻസി അഥവാ സംയോജകതയും അതിന് കോമ്പൗണ്ട്സിനെ, വിവിധ തരത്തിലുള്ള സംയുക്തങ്ങളെ രൂപീകരിക്കാനുള്ള കഴിവുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് പോകുക മീൻസ് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരണം, അതായത് ഓർഗാനിക് കെമിസ്ട്രി. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കായ കാർബണിൻ്റെ വാലൻസി എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകും മുമ്പ് നമുക്ക് എത്തേണ്ടത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലാണ്. അവിടെ നമ്മൾ പഠിച്ചതാണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ, ഹൈഡ്രജനും കാർബണും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിച്ചത്. ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ മറ്റുള്ള എലമെൻസുമായിട്ടോ ഗ്രൂപ്പ് ഓഫ് എലമെൻസുമായിട്ടോ കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. നമ്മൾ 9th പഠിച്ചത് ഹൈഡ്രോ കാർബൺ മാത്രമാണ്, അതായത് ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. അവിടെ നമ്മൾ പഠിച്ച കാര്യമാണ് കാർബണിൻ്റെ വാലൻസി 4 ആണെന്നുള്ളത്. അതായത് നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം 2 4, അതിൽ കാർബണിൻ്റെ വാലൻസി ഇപ്പോൾ വരുന്നത് 4. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോർമലി കാർബണിനോടൊപ്പം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, കാർബണിൻ്റെ വാലൻസി. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് പഠിച്ചപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോയായിരുന്നു. ഹൈഡ്രോ കാർബൺസ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ. നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ, അപൂരിത ഹൈഡ്രോ കാർബൺ. ഇതിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രോ കാർബൺസ്, അതായത് കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സിൽ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമാണ് വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ. എന്നാൽ ചില ഹൈഡ്രോ കാർബൺ നോക്കിയാൽ അതിലൊന്നുകിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ കാണാം. ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ
ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനമോ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനമോ വരുന്നുണ്ട് എങ്കിൽ അത്തരം ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കാം. അതിനെ നമ്മൾ ഈ കാർബൺ ബോണ്ടിങ്ങിനെ വെച്ചിട്ടും നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം ഹൈഡ്രോ കാർബണിനെ നമുക്ക് ആൽക്കെയിൻ എന്ന് വിളിക്കാം, ആൽക്കെയിനുകൾ. ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ടാണ് എങ്കിൽ അതിനെ നമ്മൾ ആൽക്കീൻ എന്ന് വിളിക്കാം. ഇനി തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഒരു കാർബൺ കാർബൺ ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആൽക്കൈൻ എന്ന് വിളിക്കാം. ഇത് ഇത്രയുമാണ് ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷന് വരുന്നത്. അതായത് ഹൈഡ്രോ കാർബൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു, ദാറ്റ് ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ എന്നും അപൂരിത ഹൈഡ്രോ കാർബൺ എന്നും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബണുകൾ അറിയപ്പെടുന്നത് ആൽക്കൈൻ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അഥവാ അപൂരിത ഹൈഡ്രോ കാർബണുകൾ 2 ടൈപ്പ് ഉണ്ട്. ഡബിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം വരുന്നുണ്ടെങ്കിൽ അത് ആൽക്കൈൻ. ഇതിത്രയും നമ്മൾ നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ നോർമൽ ചെയിൻ, അതായത് സിംഗിൾ ഒറ്റ ചെയിനായിട്ട് ലോങ് ചെയിനായിട്ട് വരുന്ന ഹൈഡ്രോ കാർബൺ, അതായത് വിത്തൗട്ട് ബ്രാഞ്ച് ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണവും നമ്മൾ 9th പഠിച്ചു. അപ്പം നമുക്ക് ഈ 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ തുടങ്ങുന്നത് തന്നെ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ നോമൻക്ലേച്ചറിലൂടെയാണ്. അപ്പം ബ്രാഞ്ച്ഡ് ആണെങ്കിലും സിംഗിൾ ചെയിൻ ആണെങ്കിലും നമുക്ക് അതിൽ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട, അതായത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വേർഡ് റൂട്ട് അഥവാ പദമൂലം. രണ്ടാമത്തേത് സഫിക്സ് അഥവാ പിൻപ്രത്യയം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിൽ. IUPAC നോമെൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ഓർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് ആണ് വേർഡ് റൂട്ട്, സഫിക്സ്. അതായത് നമുക്കൊരു നോർമൽ ചെയിൻ കോമ്പൗണ്ട് ഹൈഡ്രോ കാർബൺ ലഭിച്ചാൽ അതിൻ്റെ IUPAC നോമെൻക്ലേച്ചറിൽ ശ്രദ്ധിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ ഇത് മാത്രമാണ്. അതായത് ലഭിച്ചിരിക്കുന്ന കോമ്പൗണ്ടിലെ കാർബൺ ആറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള വേർഡ് റൂട്ട് അഥവാ പദമൂലം എഴുതുക, അതിനോട് ചേർന്ന് അതിൻ്റെ ബോണ്ടിങ് അനുസരിച്ചുള്ള സഫിക്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പം നമുക്കിനി വേർഡ് റൂട്ട്സും സഫിക്സും നോക്കാം. ഈ 2 കാര്യങ്ങൾ നമ്മൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള എല്ലാ നോമെൻക്ലേച്ചറിനും അത് വളരെയധികം സഹായകമാകും. അപ്പം നമുക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ വേർഡ് റൂട്ട്. അതായത് കാർബൺ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെ ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ആ കോമ്പൗണ്ടിലെ വേർഡ് റൂട്ട് നിർണ്ണയിക്കുക. നമുക്കതൊന്ന് പരിചയപ്പെടാം. നമുക്ക് 10 കാർബൺ ആറ്റം വരെ ഉള്ളതിൻ്റെ വേർഡ് റൂട്ട്സ് അഥവാ പദമൂലം പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നോക്കാം. കാർബൺ ആറ്റം 1 ആണ് എങ്കിൽ അതിനെ നമ്മൾ മീതെന്നോ മെത്തെന്നോ ഒക്കെ നമുക്ക് പറയാം. മീതെന്നോ മെത്തെന്നോ വായിക്കാം. കാർബൺ ആറ്റം 2 ആയാൽ അതിനെ നമുക്ക് ഈതെന്നോ എത്തെന്നോ വായിക്കാം. കാർബൺ ആറ്റം 3 ആയാൽ അത് പ്രൊപ്പ്. കാർബൺ ആറ്റം 4 എണ്ണമാണ് മെയിൻ ചെയിനിൽ വരുന്നത് എങ്കിൽ നമുക്ക് വായിക്കുമ്പം ബട്ടെന്ന് വായിക്കുമെങ്കിലും
അതിൻ്റെ ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ വരുന്നത് ബ്യൂട്ട് എന്നാണ്. കാർബൺ 5 വന്നാൽ പെൻറ്റ്, 6 വന്നാൽ ഹെക്സ്, 7 വന്നാൽ ഹെപ്റ്റ്, 8 വന്നാൽ ഒക്റ്റ്, 9 ആയാൽ നൊൺ, ആൻഡ് ദി ലാസ്റ്റ് വൺ 10 വന്നാൽ DEC, ഡെക്കാണ്. ഡിസംബറിൻ്റെ DEC അല്ല, ഡെക്കൈൻ എന്നൊക്കെയുള്ള ഡെക്ക്. ഇത്രയുമാണ് നമ്മുടെ പദമൂലം അഥവാ വേർഡ് റൂട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദി നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് സഫിക്സ് അഥവാ പിൻപ്രത്യയം. അതായത് നോമെൻക്ലേച്ചറിൽ ഈ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആണ് ആ ഒരു നോർമൽ ഹൈഡ്രോ കാർബൺ വിത്തൗട്ട് ബ്രാഞ്ചുകൾ, ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ കേസിൽ നോമെൻക്ലേച്ചർ എന്ന് പറയുന്നത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആണ്. അപ്പം ഈ പദമൂലം പ്ലസ് പിൻപ്രത്യയം ആണ് അതിൻ്റെ പേര്, ആ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട പിൻപ്രത്യയങ്ങൾ അഥവാ സഫിക്സ് നോക്കാം. നമ്മൾ സഫിക്സ് നോക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് 3 ടൈപ്സ് ഹൈഡ്രോ കാർബണുകളാണ്. അതായത് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പം നമ്മൾ ഈ സഫിക്സ് എഴുതാനായിട്ട് നോക്കേണ്ടത് ലഭിച്ചിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിലെ ബോണ്ടിങ് ആണ്. ബോണ്ടിങ് അഥവാ ബന്ധനം. ലഭിച്ചിരിക്കുന്ന കോമ്പൗണ്ടിൽ ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട് മാത്രമേ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഉള്ളൂ എങ്കിൽ, ഏകബന്ധനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് സഫിക്സ് ആയിട്ട്, അവിടെ സഫിക്സ് വരുന്നത് അതായത് പിൻപ്രത്യയം വരുന്നത് എയിൻ, എയിൻ എന്നുള്ളതാണ്. ഏകബന്ധനം മാത്രമാണ് അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ സഫിക്സ് വരുന്നത് എയിൻ. ഇനി അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് എങ്കിലും അതിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ സഫിക്സ് ആയിട്ട് വരുന്നത് ഈൻ, ആൽക്കീൻ ഇല്ലേ, അതിലെ നമുക്കറിയാം ഡബിൾ ബോണ്ട് വന്നാൽ അത് ആൽക്കീൻ ആണെന്നറിയാം. അതിൻ്റെ എൻഡിൽ വരുന്ന ഈനാണ് ഇതിൻ്റെ സഫിക്സ് വരിക. ഇനി ലഭിച്ചിരിക്കുന്ന ആ ഒരു ഹൈഡ്രോ കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് എങ്കിൽ, ത്രിബന്ധനം വരുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് സഫിക്സ് ആയിട്ട് ഐൻ, YNE, നമ്മുടെ ആൽക്കൈനിൻ്റെ ഐൻ എന്ന് ചേർക്കാം. അപ്പം നമുക്ക് നോർമലി ഒരു ഹൈഡ്രോ കാർബണിൻ്റെ നോമെൻക്ലേച്ചർ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അതിൽ എത്ര കാർബണാറ്റമുണ്ട്, അതിലെ സഫിക്സ് അഥവാ അതിലെ ബോണ്ടിങ് ഏത് ആണ് എന്നുള്ളത്. ഇത് രണ്ടും കണ്ടെത്തിയാൽ വളരെ ഈസി ആയിട്ട് വേർഡ് റൂട്ടും സഫിക്സസും ഉപയോഗിച്ച് നമുക്ക് ആ ഒരു നോർമൽ ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ CH3, ഇതൊരു കോമ്പൗണ്ടാണ്. ഇതിൽ നമ്മൾ നോക്കിയാൽ എത്ര കാർബണാറ്റമുണ്ട്? 2 കാർബണാറ്റങ്ങളാണ് ഉള്ളത്. 2 കാർബണാറ്റം വരുമ്പോൾ നമ്മൾ പഠിച്ചു മീത്ത്, ഈതെന്നോ എത്തെന്നോ പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഈത്. ഓക്കെ, ഞാനിവിടെ ഈതെന്നുള്ള ആ പേരെടുക്കുന്നു. ഈത്, ETH, ഈത്. ഇനി ഇതിൻ്റെ സഫിക്സ് കണ്ടെത്താനായിട്ട് നമ്മൾ നോക്കുക. ഇതിൽ എന്ത് ബോണ്ടിങ്ങാണ് വന്നേക്കുന്നത്? സിംഗിൾ ബോണ്ട്
ആണ് വന്നേക്കുന്നത്. സിംഗിൾ ബോണ്ട് വന്നാൽ നമ്മൾ പറഞ്ഞു സഫിക്സ് വരിക എയിൻ. ഏകബന്ധനമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഏകബന്ധനം മാത്രമായതുകൊണ്ട് എൻഡിൽ നമ്മൾ എയിൻ എന്നുള്ളത് ചേർത്തു. അപ്പം അതിൻ്റെ റിസൾട്ട് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് ഈത്ത് പ്ലസ് എയിൻ, ഈതെയിൻ. ഈതെയിൻ, ഈതെയിനാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു കോമ്പൗണ്ട്, മറ്റൊരു കോമ്പൗണ്ട് നമുക്ക് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2. CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കാം എത്ര കാർബൺ ആറ്റം? 3 കാർബൺ. 3 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് പ്രൊപ്പ്. പ്ലസ് സഫിക്സ്. സഫിക്സ് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി റൂള് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ബോണ്ട് ഓൺലി ആണെങ്കിൽ എയിൻ, അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് എങ്കിലും വന്നാൽ പ്രിഫിക്സ് എന്ത് വരും? സഫിക്സ് എന്ത് വരും? ഈൻ. പ്രൊപ്പീൻ. പ്രൊപ്പീൻ. അതിൻ്റെ പേര് വരുന്നത് പ്രൊപ്പീൻ. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇതൊക്കെ നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ പോർഷനാണ്. നമുക്ക് ബേസ് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. CH3. നെക്സ്റ്റ് CH3 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH3. ഇത് നമുക്ക് നോക്കാവേ. ഇത് ഇച്ചിരി നീളമുള്ള ഒരു ലോങ്ങസ്റ്റ് ചെയിനാണ് വന്നേക്കുന്നത്. കാർബൺ 1, കാർബൺ 2, 3, 4, 5. 5 കാർബൺ വന്നാൽ നമുക്കറിയാം വേർഡ് റൂട്ട് പെൻറ്റ്. ഇനി നമ്മൾ നോക്കുവാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗിൾ ബോണ്ട് ഓൺലി ആണെങ്കിൽ അത് എയിനാണ് സഫിക്സ് വരുമ്പോൾ. ഇനി അടുത്ത് ഇത് ഡബിൾ ബോണ്ടും ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈനാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ? ത്രിബന്ധനം. ത്രിബന്ധനം വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സഫിക്സ് വരിക ഐൻ. ദെൻ ദി നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് പെൻഡൈൻ. പെൻഡൈൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക. അപ്പം ഇത് നമ്മൾ 9th പഠിച്ച പോർഷൻസ് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അതൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ തൽക്കാലം മനസ്സിലാക്കി, അതായത് കയ്യിൽ കൊണ്ടുപോകേണ്ട 10th പോർഷനിലേക്ക് വരുമ്പം കൊണ്ടുവരേണ്ടുന്ന റൂളാണ് പറഞ്ഞത്. അപ്പം ബ്രാഞ്ചുകളൊന്നുമില്ലാത്ത ഒരു ഹൈഡ്രോ കാർബൺ ലഭിച്ചാൽ അതിന് പേര് കൊടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് വേർഡ് റൂട്ട് പഠിക്കുക, സഫിക്സ് മനസ്സിലാക്കുക. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റം, ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. സഫിക്സ് എന്ന് പറയുന്നത് അതിൽ തന്നിരിക്കുന്ന ബോണ്ടിങ്ങിനെ, ബന്ധനത്തെ അനുസരിച്ചിരിക്കും. കാർബൺ കാർബൺ ബോണ്ടിങ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചിരിക്കും. കാർബൺ കാർബൺ ബോണ്ടിങ് സിംഗിൾ ബോണ്ടാണ് മാത്രമാണ് എങ്കിൽ സഫിക്സ് എയിൻ. ഡബിൾ ബോണ്ട് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈൻ. ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സഫിക്സ് ഐൻ. ചേർത്തെഴുതിയാൽ നമുക്ക് ആ കോമ്പൗണ്ടിൻ്റെ നെയിം ലഭിക്കും. ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ, അതായത് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു വേർഡ് റൂട്ടും സഫിക്സും അത് ക്ലിയർ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിലിപ്പോൾ നമുക്ക് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ അല്ലെങ്കിൽ ബ്രാഞ്ച് വരുന്ന ഓർഗാനിക് സംയുക്തങ്ങളുടെ IUPAC നോമെൻക്ലേച്ചർ, IUPAC നാമകരണമാണ് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവരും ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ചോദിച്ച് ക്ലിയർ ചെയ്യുക. താങ്ക്